Hi friends, നമ്മളിന്ന് നോക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ മോഡ്യൂൾ 2 പാർട്ട് 1 ആണ്. ഇൻട്രൊഡക്ഷൻ ടു ദ ബൂട്ടിംഗ് പ്രോസസ്, ബയോ സെറ്റിംഗ്സ് ആൻഡ് their modifications. Booting process. The procedure of starting a computer by loading the kernel is known as booting the system. അതായത് കേർണലിനെ ലോഡ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. On most computer systems, a small piece of code known as the bootstrap program or bootstrap loader locates the kernel, loads it into main memory and starts its execution. അതായത് മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റംസിലും ഒരു കോഡ് ഉണ്ടായിരിക്കും, ഒരു സ്മോൾ പീസ് ഓഫ് കോഡ് ഉണ്ടായിരിക്കും. ആ കോഡിനെ പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്നാണ്. ഇത് കേർണലിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേർണൽ മെയിൻ മെമ്മറിയിലോട്ട് ഇതിനെ ലോഡ് ചെയ്യുകയും അതിനുശേഷം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് പ്രോഗ്രാം ഈസ് ഇൻ ദ ഫോം ഓഫ് റീഡ് ഓൺലി മെമ്മറി. അതായത് ഈ ഒരു പ്രോഗ്രാം റീഡ് ഓൺലി ഫോമിൽ മാത്രമായിരിക്കും, റീഡ് ഓൺലി മെമ്മറിയുടെ ഫോമിൽ മാത്രമായിരിക്കും. ബിക്കോസ് റാം ഈസ് ആൻ അൺനോൺ സ്റ്റേറ്റ് അറ്റ് സിസ്റ്റം സ്റ്റാർട്ടപ്പ്. അതായത് ഇത് ഒരു റീഡ് ഓൺലി മെമ്മറി ഫോമിലായിരിക്കും. കാരണം റാം എന്ന് വെച്ചാൽ ഒരു അൺനോൺ സ്റ്റേറ്റിലാണ്. സിസ്റ്റം സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു അൺനോൺ സ്റ്റേറ്റിലായിരിക്കും. ഓൾ ഫോംസ് ഓഫ് റോം ആർ നോൺ ആസ് ഫേംവെയർ. എല്ലാ തരത്തിലുള്ള റോമിനെയും എന്തെന്ന് പറയുന്നു? ഫേംവെയർ എന്ന് പറയുന്നു. When power initialized on system, execution starts at a fixed memory location. അതായത് സിസ്റ്റത്തിലെ പവർ ഇനിഷ്യലൈസ് ആയി കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് മെമ്മറി ലൊക്കേഷനിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫേംവെയർ റോം യൂസ്ഡ് ടു ഹോൾഡ് ഇനിഷ്യൽ ബൂട്ട് കോഡ്. അതായത് ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു ബൂട്ട് കോഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫേംവെയർ റോം ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ടു ഹാർഡ്വെയർ, സോ ഹാർഡ്വെയർ ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർക്ക് വേണ്ടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഹാർഡ്വെയറിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയറിന് വേണ്ടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയറിനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. സ്മാൾ പീസ് ഓഫ് കോഡ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ സ്റ്റോർഡ് ഇൻ റോം ഓർ EEPROM locates the kernel, loads it into memory and starts it. അതായത് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ആണെങ്കിൽ ആ ഒരു സ്മാൾ പീസ് ഓഫ് കോഡിനെ ലോഡ് ചെയ്യുകയും റോമിലോട്ട് അല്ലെങ്കിൽ ഈ പ്രോമിൽ ലോഡ് ചെയ്യുകയും കേർണലിൽ ലൊക്കേറ്റ് ചെയ്യുന്ന റോമിലോ അല്ലെങ്കിൽ ഈ പ്രോമിലോ സ്റ്റോർ ചെയ്യുകയും മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റോർ ചെയ്തിട്ട് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സംടൈംസ് ടു സ്റ്റെപ്സ് പ്രോസസ് വെയർ ബൂട്ട് ലോക്ക് അറ്റ് ഫിക്സഡ് ലൊക്കേഷൻ ലോഡഡ് ബൈ റോം കോഡ് വിച്ച് ലോഡ്സ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ഫ്രം ഡിസ്ക്. അതായത് ചില സമയങ്ങളിൽ ടു സ്റ്റെപ്പ് പ്രോസസ്സ് ആവശ്യമായിട്ട് വരും. അതായത് ഒന്നാമത്തേന്ന് വെച്ചാൽ ബൂട്ട് ബ്ലോക്ക് ആണ്. അതായത് ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ റോം ലോഡ് ചെയ്ത കോഡിനെ എന്താണ് ചെയ്യുക? ബ്ലോക്ക് ചെയ്യുകയും അത് ബൂട്ട്സ്ട്രാപ്പ് ലോഡറിലോട്ട് ഡിസ്കിൽ നിന്നും ബൂട്ട്സ്ട്രാപ്പ് ലോഡറിലോട്ട് ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. Common bootstrap loader JRUB is an example of an open source bootstrap program for Linux system. അതായത് കോമൺ ആയിട്ടൊരു ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ഉണ്ടായിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് ഗ്രബ്. എക്സാമ്പിൾ ഇത് ഒരു ഓപ്പൺ സോഴ്സ് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം. ലിനക്സ് സിസ്റ്റത്തിൽ ഒരു ഓപ്പൺ സോഴ്സ് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്താണ് ചെയ്യുന്നത്? അലോസ് സെലക്ഷൻ ഓഫ് കേർണൽ ഫ്രം മൾട്ടിപ്പിൾ ഡിസ്ക് വേർഷൻസ് കേർണൽ ഓപ്ഷൻസ്. അതായത് കേർണലിലെ സെലക്ഷനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസ്ക് വേർഷൻസും കേർണൽ ഓപ്ഷൻസിനും ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നു. അതുപോലെ തന്നെ കേർണൽ ലോഡ്സ് ആൻഡ് സിസ്റ്റം ഈസ് ഇൻ ദെൻ റണ്ണിങ്. കേർണൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താണ് നടക്കുന്നത്? റണ്ണിങ് പ്രോസസ് ആണ് നടക്കുന്നത്. BIOS ആണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഈസ് വെരി ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ യു പ്രസ് പവർ ബട്ടൺ ഓൺ യുവർ CPU. CPU-യിൽ ആദ്യമായിട്ട് നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നടക്കുന്ന ഒരു പ്രോസസ് ആണ് BIOS. ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് എക്സാമിനൊക്കെ. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. BIOS ഈസ് എ സ്മാൾ ഫേംവെയർ സ്റ്റോർഡ് ഇൻ റോം ഓഫ് മദർ ബോർഡ്. അതായത് മദർ ബോർഡിൽ റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഫേംവെയർ ആണ് BIOS, which is manufacturer dependent code. The function of BIOS is it initializes some of the hardware on the computer. കമ്പ്യൂട്ടറിലെ ചില ഹാർഡ്വെയറിനെയൊക്കെ ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ബയോസിന്റെ ഫംഗ്ഷൻ. അതുപോലെ ഇന്റഗ്രിറ്റി ചെക്ക് ചെയ്യും, checks integrity, and finally it initialize first level boot loader ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. boot loader is a program which is called by BIOS. ബൂട്ട് ലോഡർ ഒരു പ്രോഗ്രാം ആണ്. ഇതിനെ പറയുന്ന പേരാണ് BIOS.
വൺസ് അഗെയിൻ ഇനിഷ്യലൈസസ് ബൂട്ട് റിലേറ്റഡ് ഹാർഡ്വെയർ, അതായത് ബൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയറിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഫൈനലി ബൂട്ട് ലോഡർ ഈസ് ദ വൺ ഹു എക്സാക്ട്ലി നോസ് മെമ്മറി ലൊക്കേഷൻ. ബൂട്ട് ലോഡറിന് മാത്രമേ അറിയാവുള്ളൂ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഏത് ലൊക്കേഷനിലാണ് ഉള്ളതെന്ന്. റോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ റോമിൽ എവിടെയാണ് എന്നുള്ളത് ഈ ഒരു മെമ്മറി ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടും ബൂട്ട് ലോഡറിനായിരിക്കും അറിയുന്നത്. വേർ ദ കേർണൽ ഇമേജ് ഈസ് സ്റ്റോർഡ് ഇൻ സെക്കൻഡറി മെമ്മറി, ഇറ്റ് ലോഡ്സ് കേർണൽ ഇമേജ് ഫ്രം സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് ടു റാം. അതായത് സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു കേർണൽ ഇമേജിനെ എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും റാമിലോട്ട് കേർണൽ ഇമേജിനെ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇത്രയാണ് ബൂട്ടിംഗ് പ്രോസസ്സ്.